ഒരു 1.5 മണിക്കൂറായിട്ട് പുറകിരുന്ന് ഇങ്ങനെ വീർപ്പ് കിട്ടുമായിരുന്നു. കാര്യം നേരത്തെ പെർഫോം ചെയ്ത വൈഷ്ണവൊക്കെ നന്നായിട്ട് പാടുമ്പോൾ നിങ്ങളുടെ ഓളം എനിക്ക് അവിടെ കേൾക്കാം. അപ്പൊ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ ഇരിക്കുന്ന പോലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല. ഇപ്പോഴാണ് ഒരു എനർജി നിങ്ങളിൽ നിന്ന് എന്നിലേക്ക് കയറുന്നത്. ഹലോ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹാല ചിന്തയിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മൂഡ്? പൊളി മൂഡ്. അപ്പം ഈ 2 ദിവസത്തെ പൊളിക്കൊരു കലാശക്കൊട്ടായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പൂരത്തിന്റെ തിരി ഞങ്ങൾ കൊളുത്താൻ പോവാ. കട്ടയ്ക്ക് നിൽക്കണം. നിങ്ങള് നിൽക്കുമോ? എന്നാ ഞാൻ ഹലോ ചേട്ടാന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളി കേൾക്കാവോ എല്ലാരും? അത് കേൾക്കുമ്പോ തന്നെ സുഖം. ഹലോ ചേട്ടാ, ഹലോ ചേട്ടാ. അങ്ങനെയാണ് നമുക്ക് തുടങ്ങാം. Ladies and gentlemen, boys and girls, we proudly present Shaan Rahman live in concert. കഴിയില്ല. കഥാനായകനെ പറ്റി പറയണ്ടേ? കഥാനായകനെ പറ്റി പറയാതെ കഥ മുന്നോട്ട് പോകില്ലല്ലോ. റാസൽ കൈമയിലെ ആ ചെറിയ വീട്ടിൽ നിന്ന് ആ കുഞ്ഞു ബാലൻ കണ്ട സ്വപ്നത്തിന്റെ ചുവട് പിടിച്ചാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. നിങ്ങളൊക്കെ എത്ര പേര് സരിഗമപ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ഒരു 6 വർഷം മുമ്പാണ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഷാൻ റഹ്മാൻ എന്ന് പറയുന്ന എന്റെ ഷാനിക്ക് എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് കിട്ടുന്നത്. അന്ന് മുതൽ ഷാനിക്ക ഷെയർ ചെയ്യുന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എടാ, എന്റെ പാട്ടുകൾ ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. ആ സ്നേഹം എന്നെ പല രീതിയിൽ അവർ അറിയിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ അവരുടെ മുമ്പിൽ എനിക്ക് പാടുന്നോടാ എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗൾഫിന്റെ മണ്ണിൽ നിന്നാണ് ഞങ്ങൾ ആ സ്വപ്നം ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇക്ക നടക്കും. അങ്ങനെ ചെറുതിലേ കണ്ട സ്വപ്നം, വർഷങ്ങളുടെ പ്ലാനിങ്, വർഷങ്ങളുടെ ഒരു എന്താ പറയാ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങള് ലാസ്റ്റ് ഇയർ ഞങ്ങള് ദുബായില് അത് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോ ഞങ്ങളുടെ 2ാമത്തെ സ്റ്റേജാണിത്. സൗദി നിങ്ങൾ എല്ലാ ആർട്ടിസ്റ്റിനും തന്ന എല്ലാ കലാകാരന്മാർക്കും ഇവിടുന്ന് കൊടുത്ത സ്നേഹം അതിന്റെ 10 ഇരട്ടിയായിട്ട് ഞങ്ങൾക്ക് തരണം. തരുവോ? ആ സ്നേഹം ഞാൻ എടുക്കട്ടെ. ഓക്കെ, എന്നാ പിന്നെ പാപ്പനെ വിളിക്കാം. ഒരുമിച്ച് വിളിച്ചാലേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെയൊക്കെ പാപ്പനെ വിളിക്കാം. റെഡി? 3 തവണ വിളിക്കണം. ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞേക്കുന്നത്. ഇക്ക 3 തവണ വിളിപ്പിക്കും ഞാൻ. അത് കഴിയുമ്പോ ഒരു പഞ്ചിലേക്ക് പോന്നേക്കണം എന്ന് പറഞ്ഞു. നല്ല പഞ്ചില് നല്ല സുന്ദര കൊട്ടിനാ നിൽക്കുക. റെഡി? 3, 2, 1. പാപ്പ ഇക്ക കേൾക്കുന്നുണ്ടോ? 2. പാപ്പ ഇക്ക ഈ വിളിക്ക് വരണം. ഇവിടെ ഇരിക്കുന്ന എന്റെ മുമ്പിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒരോളത്തിന് 25,000 30,000 എന്ന് പറയാം. 30,000 പേര് ഒരുമിച്ച് വിളിക്കുക. പാപ്പ Let's welcome the one and only Shaan Rahman. Ladies and gentlemen, please make some noise. Are you ready? Get
പാപ്പാ ഇക്ക തുറക്കിക്ക പക്ഷെ മനസ്സ് തുറക്കും. ഇക്ക ആക്കിയ ആൾക്കാരുടെ മുമ്പിലാണ് നമ്മൾ ആദ്യത്തെ വെടിക്കെട്ട് നടത്തിയിരിക്കുന്നത്. മനസ്സ് തുറക്കിക്ക. ഹലോ ജിദ്ദ, ഹലോ ജിദ്ദ. സത്യം പറയട്ടെ, നമ്മള് നല്ല ടെൻഷനിലായിരുന്നു നമ്മൾ വന്നത്. Yeah. പക്ഷേ ജീവൻ നേരത്തെ പറഞ്ഞ പോലെ വൈഷ്ണവും ശ്രേയക്കുട്ടി ഇവിടുന്ന് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സപ്പോർട്ട്, ആ ഒരു എനർജി, ഓ മൈൻഡ് ബ്ലോയിങ്. നിങ്ങളൊരു അയ്യോ മൈൻഡ് ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ കൈയടിക്കണം, അങ്ങനെയാണ്. അപ്പൊ ഇതേ എനർജി നമുക്കും വേണം, അതെ അല്ലേ? അതെ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആദ്യമായിട്ടാണ് ജിദ്ദയിൽ വരുന്നത്. അപ്പം ഈ ഒരു ഫാന്റാസ്റ്റിക് ക്രൗഡിന് മുമ്പിൽ എൻ്റെ ലൈവ് ഇൻ കോൺസേർട്ട് പെർഫോം ചെയ്യാന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയ സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഇല്ല. സോ ഹാപ്പി. താങ്ക് യു ഫോർ കമ്മിങ്. ഇരിക്കുന്നിടത്ത് ഇരുന്ന് കേൾക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എഴുന്നേക്കാം, ഡാൻസ് കളിക്കാം, തുള്ളിച്ചാടാം. നിങ്ങൾക്ക് മാവാം. കുറെ നേരമായിട്ട് സ്വന്തം വീട്ടിലെ പരിപാടി പോലെ കാണണം. ഇത് വിജയിപ്പിക്കേണ്ട നിങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വം ഞങ്ങളെ പോലെ. കോട്ടിയുടെ ചേട്ടൻ മനസ്സിലാവുന്നുണ്ടല്ലോ. കയ്യിൽ ഞാൻ ഏറ്റുന്നു. കാരണം വേറൊന്നുമില്ല, ഇതാണല്ലോ കലാശക്കൊട്ട്. അതെ. അപ്പൊ നമ്മളിതിനെ ആ ഒരു കലാശക്കൊട്ട് എന്നുള്ള രീതിയിൽ തന്നെ കാണണ്ടേ? തീർച്ചയായിട്ടും. സീറ്റിൽ മാത്രം ഇരുന്ന് വല്ല കാര്യം ഉണ്ടോ? ഒരു കാര്യമില്ല. നിങ്ങളോടാ എല്ലാവരും എഴുന്നേൽക്കാൻ ഡാൻസ് ചെയ്യാം. ഓക്കെ, അടുത്ത കാര്യപരിപാടിയിലേക്ക് കടക്കാം.